പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ചെയ്തത്. ഒരു പ്രകോപനമില്ലാതെ നമ്മളിങ്ങനെ ഗ്രാനേഡ് അടിക്കേണ്ട കാര്യമുണ്ടാ? ഇപ്പൊ ഈ നിൽക്കുന്ന പോലീസുമാർ ഈ പിണറായി വിജയന്റെ കാര്യം സമയമല്ലാതെ ചെയ്യും. അത് എന്തെങ്കിലും ഒരു പ്രകോപനം, ഒരു കല്ല് വീണിരുന്നെങ്കിൽ, ഒരു കമ്പ്ലവറുടെ കാര്യം ചെന്നിരുന്നെങ്കിൽ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാം. നമസ്കാരം. നവകേരള സദസ്സ് ഇന്ന് തലസ്ഥാനത്ത് പര്യവസാനിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം നടത്തിയത്. ഇന്ന് കോൺഗ്രസ് DGP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ രീതിയിൽ പ്രക്ഷോഭമായി മാറുകയാണ് ഉണ്ടായത്. സമരത്തെ പോലെ അലങ്കോലമാക്കുന്ന ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ കേരള ജനത ഉണരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രകടനം മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാവരും സമാധാനപരമായ പ്രകടനമായി മുന്നോട്ട് പോകണമെന്ന് സമയം കിട്ടില്ല. പിന്നിലേക്ക് പോ. ചെളി ചെളി Yes. അടിച്ചു ഒതുക്കി ഗ്രനേഡ് വരെ ആയിക്കോട്ടെ. കൊണ്ട് ഞങ്ങളുടെ പ്രശ്നം അവസാനിക്കുന്നില്ല. ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ, ഈ സർക്കാരിന്റെ നരനായകത്തിനെതിരെ ഈ സർക്കാർ പ്രതിപക്ഷത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരായി അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും. ജനങ്ങളുടെ പിന്തുണയോടുകൂടി തീർച്ചയായും ഞങ്ങൾ ഈ സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ, MPമാരെ, MLAമാരെ പോലും വെറുതെ വിടാതെ അവരെ പോലും നേരിടുന്ന ഈ സർക്കാരിനെതിരായുള്ള അതിശക്തമായ പ്രക്ഷോഭം നടത്തും. ഞങ്ങളുടെ നൂറുകണക്കിന് സഹോദരിമാരടക്കമുള്ള പ്രവർത്തകന്മാര് ആശുപത്രിയിലാണ്. പോലീസ് കല്ലേറ് നടത്തി ഉൾപ്പെടെയുള്ള പോലീസിന്റെ കല്ലേറ് ഉൾപ്പെടെയുള്ള പരിക്കേറ്റാണ് നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരും MPമാർ MLAമാർ പോലും ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് മറ്റേ അടൂർ പ്രകാശ് പ്രതിപക്ഷ നേതാവൊക്കെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ ചെയ്തത്. ഒരു പ്രകോപനമില്ലാതെ
അതായത് KSUവിന്റെ കുറച്ച് പിള്ളേര് 8-10 പിള്ളേര് ആ ബാരിക്കേഡിൽ തൊട്ടു എന്നുള്ള ഒറ്റക്കുറ്റത്തിന് വേണ്ടിയിട്ട് അവർ ഗ്രനേഡ് ഉപയോഗിച്ചത്, അവർ ജലപീരങ്കി ഉപയോഗിച്ചത്. പ്രതിപക്ഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗ്രനേഡ് ആ സ്റ്റേജിനുള്ളിലേക്ക് വീണത്. ഇവർ ജലപീരങ്കി ഇത്രയും ദൂരം ഉണ്ടായിരുന്നതും ജലപീരങ്കി പർപ്പസ്ലി ആ സ്റ്റേജിലേക്ക് അടിച്ചത് എന്തിനാണ്? ഒരു പ്രകോപനമില്ലാതെയാണ് ചെയ്തത്. പിണറായി വിജയന്റെ ദാസന്മാരാകാൻ വേണ്ടി, പിണറായി വിജയന്റെ പാരസേവകരാകാൻ വേണ്ടി മത്സരിക്കുന്ന പോലീസിലാണ് ഇവിടെ കണ്ടത്. ഒരു പ്രകോപനമില്ലാതെ എന്തെങ്കിലും ഒരു പ്രകോപനം, ഒരു കല്ല് വീണിരുന്നെങ്കിൽ, ഒരു കമ്പ് അവരുടെ നേരെ ചെന്നിരുന്നെങ്കിൽ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാം. ഇത് ഒരു പ്രകോപനവുമില്ലാതെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമാധാനം പറയും എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് അതിനെ പ്രതികാരം ചെയ്താണ് അവർ. ഇതുവരെയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ തൊട്ടതേ ഉള്ളൂ, അവിടെ തൊട്ട് നിന്നതേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഗ്രാനേഡ് പൊട്ടി അടിക്കേണ്ട കാര്യമുണ്ടാ? ഇപ്പൊ ഈ നിൽക്കുന്ന ഈ പോലീസുമാർ ഈ പിണറായി വിജയന്റെ കാര്യം സമയമല്ലാതെ ചെയ്യും അത്. ഇനി മുന്നോട്ടേ പോകും. സമരം മാറ്റി വെക്കില്ല. ഞങ്ങൾ മഹിളാ കോൺഗ്രസ്സുകാരാണിത്. ഞങ്ങൾ പല സമരത്തിനും പങ്കെടുത്തിട്ടുള്ളവരാണ്. നമ്മൾ തൊട്ടതേ ഇടയില് തൊട്ടപ്പോൾ തന്നെ നമ്മളെ ഗ്രാനേഡ് വെള്ളം അടിച്ചു നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. നേതാക്കന്മാരെ വേദി ഇരിക്കാൻ ചെയ്തത് നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്തതാണത്. ഇത് പിണറായിയുടെ പ്രത്യേക നിർദ്ദേശം വെച്ച് നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്ത് ഇന്ന് അവരുടെ പരിപാടി ഇവിടെ വിജയിപ്പിച്ചത് ഒതുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നത്. അല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പ്രകോപനം ഉണ്ടായില്ല. എന്തെങ്കിലും പ്രകോപനം ഉണ്ടായെങ്കിൽ ശരിയാണ്. ഒരു തരത്തിലുള്ള പ്രകോപനം ഇല്ലാതെയാണ് ഇത്തരം ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ നിന്നതേ ഉള്ളൂ. ഇത്രയും കൂടുതൽ നമ്മളെടുത്ത് കാണിക്കണം. ഞങ്ങളെടുത്ത് പിണറായി വിജയൻ പ്രത്യേക നിർദ്ദേശം ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നിൽ കടന്നു പോയില്ല, ഒന്നും ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ബാരിക്കേഡ് തൊട്ടതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവും ചങ്കുറപ്പുള്ള നേതാക്കളാണ്. അവർക്കൊപ്പം നമ്മളിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ